പ്രസിദ്ധമായ വടകര തെരു ഗണപതി ക്ഷേത്രം വിഷുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് അനുഗ്രഹം തേടി ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത്. ഏപ്രിൽ 14 കൊടിയേറിയ ഉത്സവം ഏപ്രിൽ 20 തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രധാന ചടങ്ങായ കുളിച്ചാറാട്ടിന് ശേഷം രാത്രി 12 മണിക്ക് ചുറ്റുവിളക്കോടുകൂടി സമാപിക്കും. മഹോത്സവത്തിന്റെ 5ാം ദിവസമായ ഇന്ന് കാലത്ത് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി ഏറാഞ്ചേരി ഇല്ലം ബ്രഹ്മശ്രീ ജയൻ നമ്പൂതിരിയുടെയും പ്രസാദ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും 7 പ്രഭാത പൂജയും 7:30 കാഞ്ഞിരശ്ശേരി പത്മനാഭന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് ചെണ്ടമേളത്തോടുകൂടി ശീവേലി എഴുന്നള്ളത്തും നടന്നു. വിഷുവിളക്ക് 5ാം ദിവസം നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് വൈകിട്ട് 6 മണിക്ക് കുന്തക്കാരെ കൂട്ടിക്കൊണ്ടുവരൽ. പറവന്തല ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി, മുത്തുക്കുട, പൂക്കാവടി, നാദസ്വരം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി കുന്തക്കാരെ ഗണപതി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. ഗണപതി ഭഗവാന്റെ കുളിച്ചാറാട്ടിന് അകമ്പടി സേവിക്കുന്നത് ഈ കുന്തക്കാരാണ്. രാത്രി 8 മണിക്ക് കേരളത്തിലെ പ്രഗത്ഭരായ 40ഓളം വാദ്യകലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് പഞ്ചവാദ്യവും തുടർന്ന് ചെണ്ടമേളത്തോടുകൂടി ശീവേലി എഴുന്നള്ളത്തും ശേഷം 10 മണിക്ക് ചുറ്റുവിളക്കോടുകൂടി 5ാം ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കും. വടകരത്തൊരു ഗണപതി ക്ഷേത്രം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. വടകര ടൗണിലെ അറിയപ്പെടുന്ന ഒരു ഗണപതി ക്ഷേത്രമാണ് വടകരത്തൊരു ഗണപതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവം വിഷുവിളക്ക് മഹോത്സവമാണ്. മീനം 31 കൊടിയേറി മേടം 6 കൂടിയാണ് ഉത്സവം സമാപിക്കാറ്. സാധാരണഗതിയിൽ ഏപ്രിൽ 11 ഒന്നാമത്തെ വിഷുവിന് സന്ധ്യക്ക് കൊടിയേറി ഏപ്രിൽ ഈ മാസം 20-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ്. ഉത്സവ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ അറിയപ്പെടുന്ന ചെണ്ടമേളക്കാരുടെ തായമ്പക ഉണ്ടാകും. അതോടൊപ്പം തന്നെ പഞ്ചവാദ്യവും പാണ്ഡിമേളവും ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. നേരത്തെ വടകരയുടെ ചുറ്റുപാടുകളിലൊക്കെ അത്ര ഗംഭീരമായ ഉത്സവം നടക്കാത്ത സമയത്ത് വടകര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ ആൾക്കാർ ഇവിടെ തായമ്പ കേൾക്കാനും പഞ്ചവാദ്യം കേൾക്കാനും അതോടൊപ്പം തന്നെ നാടകമായാലും മറ്റ് കലാപരിപാടികൾ കാണാൻ എത്താറുണ്ടായിരുന്നു. പിന്നെ വടകരയിലെ ടൗണിൽ തന്നെ അറിയപ്പെടുന്ന കരിവരുന്ന പ്രയോഗം വടകര തിരുവനന്തപുരത്തിലായിരുന്നു. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ വികസനം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനെ കുറച്ചൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഭംഗിയായി നടക്കുന്നുണ്ട്. പ്രധാന ഉത്സവ ദിവസങ്ങള് ഏപ്രിൽ 18, 19, 20 തീയതികളാണ്. 18-ാം തീയതിയും 19-ാം രാവിലെ പ്രഭാത ഭക്ഷണം നൽകാറുണ്ട്. 20-ാം തീയതി ആറാട്ട് സദ്യയാണ്. വടകര ടൗൺ തന്നെ ഇത്ര ഭംഗിയായി വളരെ മനോഹരമായി നടത്തുന്ന ഒരു സദ്യയാണ് ആറാട്ട് സദ്യ. ഏകദേശം 6000-ഓളം പേർ ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ വിഷുവിളക്ക് കൂടാതെ പ്രധാന ഉത്സവങ്ങളിൽ ശിവരാത്രിയാണ്. അതേപോലെ തന്നെ മണ്ഡലകാലങ്ങളിൽ 40 ദിവസം മണ്ഡലകാലം ആചരിക്കാറുണ്ട്. ആ സമയത്ത് എല്ലാ ഞായറാഴ്ചകളിലും പ്രഭാഷണവും ഭജനവും ഉണ്ടാവാറുണ്ട്. അന്ന് ഞായറാഴ്ചകളിൽ പ്രഭാത ഭക്ഷണം നൽകാറുണ്ട്. അതുപോലെ തന്നെ നവരാത്രിക്ക് 3 ദിവസം ഇവിടെ പൂജ വെപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഗണപതിയുടെ വിശേഷ ദിവസമായ വിനായക ചതുർത്ഥി വളരെ സാഘോഷം കൊണ്ടാടാറുണ്ട്. വിനായക ചതുർത്ഥി ദിവസം പല പ്രദേശങ്ങളിലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. വിശേഷ 108 തേങ്ങ കൊണ്ടുള്ള ഗണപതി ഉണ്ടാകും. ഇത്രയും പ്രധാനപ്പെട്ട വടകരയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വടകരത്തൊരു ഗണപതി ക്ഷേത്രം. ഇന്ന് 5ാം ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വൈകിട്ട് 6 മണിക്ക് വടകര പരവന്തല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കുന്തക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങാണ്. താലപ്പൊലി, മുത്തുക്കുട, പൂക്കാവടി, നാദസ്വരം, ചെണ്ടമേളം എന്നിവയുടെ കൂടിയുള്ള എഴുന്നള്ളത്താണ്. പരവന്തല ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് കുന്തക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിനുശേഷം രാത്രി 8 മണിക്ക് ശീവേലി എഴുന്നള്ളത്താണ്. പഞ്ചവാദ്യമാണ്. കേരളത്തിലെ പ്രഗത്ഭരായ 40ഓളം വാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് കിള്ളിമംഗലം പ്രിയേഷ് പാലക്കാട് എന്നാണ് നയിക്കുന്ന ചെണ്ടമേളം ഉണ്ടാവും. 10 മണിക്ക് ചുറ്റുവിളക്കാണ്. 11 മണിക്ക് കേരളത്തിലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രഗത്ഭനായ നോവലിസ്റ്റ് MTയുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന നോവലിന്റെ നാടകാവിഷ്കരണമാണ്. വടകര വരദ അവതരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവ് എന്ന നാടകം രാത്രി 11 മണിക്കുണ്ടാകുന്നത്. നാളെയാണ് ആറാട്ട്. രാവിലെ ശീവേലി, ഉച്ചയ്ക്ക് 11 മണി മുതൽ 2 മണി വരെ ആറാട്ട് സദ്യയാണ്. അത് കഴിഞ്ഞ് കൊമ്പുപറ്റ്, കേളികൊട്ട്. അതിനുശേഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ ആറാട്ട്. ക്ഷേത്രകുളമായ നാമകുളത്തിലേക്ക് ഇവിടുന്ന് ഏകദേശം 6:30 പോയി തിടമ്പ് കുളത്തിൽ മുക്കിയതിനു ശേഷം തിരിച്ച് ആൽത്തറക്കിലെത്തുകയും വളരെ പ്രഗത്ഭമായ ആൽത്തറ മേളം വടകരയുടെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ പഞ്ചവാദ്യവും പാണ്ഡിമേളവും കേൾക്കാൻ വേണ്ടി എത്താൻ രാത്രി 12 മണിയോടുകൂടി ഉത്സവം സമാപിക്കും. അതോട് കരിമേടുന്നതോടുകൂടി ഉത്സവം അവസാനിക്കുന്നതാണ്.